അപ്പൊ 2 വരെ എഴുതിയിട്ട് ആൻസേഴ്സ് പറയാം. 4 വരുമ്പം ക്യാൻസൽ ആണ്, 19 ക്യാൻസൽ ആണ്. 4, 19. പിന്നെ 75. ഫുഡ് കഴിച്ചോ എല്ലാവരും? ശില്പ ഒഴിച്ചെല്ലാവരും. ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിക്കാതിരിക്കണോ? ഓക്കെ, ഒന്നാമത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ ആണ്. ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ശരി. പോലീസ് സേനയുടെ മേധാവി DGP മൃദുഭാവി ദൃഢകൃതി കേരള പോലീസ്. ശരിയായ ജോഡി. രണ്ടാമത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം ശരി. തഹ്രി ഡാം ഏത് നദിയിലാണ്? ഭഗീരഥി. നാല് ക്യാൻസൽ, 3 മാത്രം എഴുതിയാൽ മതി. മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. വഗ്ഭടാനന്ദൻ, കണ്ണൂർ ജില്ലയിലെ പാഠ്യം തത്വപ്രകാശിക വിദ്യാലയം 1906, ശിവയോഗി വിലാസ മാസിക 1914. 4 വേണ്ട. 5. ആറ്. ആറാമത്തത് ഓപ്ഷൻ ഡി, 4 മാത്രം. പെടാത്തത് ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, തുഹഫത്തുൽ മുഹമ്മദീൻ, പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്. വൈക്കം സത്യാഗ്രഹം 5, ഓപ്ഷൻ എ 1, 2, 3. സവർണജാഥ EV രാമസ്വാമി നായ്ക്കർ. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ബായി ആയിരുന്നു ഭരണാധികാരി.
ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ശരിയായ ജോഡി 2ഉം 3. ഫോക്ലോർ അക്കാദമി കണ്ണൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടുള്ളത് എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. നയീം താരി, അനാസക്തി യോഗം, 1920 കേരളം സന്ദർശിച്ചു, ബെൻ കിങ്സ്ലി. പന്ത്രണ്ട് സി കുങ്കുമപ്പൂ കൃഷി. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് 11. ഡി നംചബർവ. ഇന്ത്യ വിൻസ് ഫ്രീഡം 10. സി അബ്ദുൽ കലാം ആസാദ്. തെറ്റായ ജോഡി ഏത്? 9 എ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഒന്ന് മാത്രം. ഏഷ്യൻ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം മനില. നാറ്റോ, ബ്രസൽസ്, ഗ്രീൻ പീസ്, ആംസ്റ്റർഡാം, ഇന്റർപോൾ, ലിയോൺ. പതിമൂന്ന് 19 ആൻസർ ഡിലീഷൻ ആട്ടോ. സി റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം 14. ഡി ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യ ഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിൽ നിന്ന് സൃഷ്ടിക്കുന്ന രൂപം 15. ഡി ഓക്സ്ബോ. നറൗറ 16. ഡി ഉത്തർപ്രദേശ്. ബ്രിക്സ് ഉച്ചകോടി കസാൻ റഷ്യ. പത്തൊമ്പത് ക്യാൻസൽ ആണ്. ഇരുപത് ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. 18 ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ പഞ്ചസാര വ്യവസായം. ഇരുപത്തിമൂന്ന് എ ലഞ്ച് ബെൽ പദ്ധതി കേരളം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിച്ചത് 22.
2010 ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന 21B 70 വയസ്സ്. അല്ല, തമിഴ്നാട് വേറെ ഏതുണ്ട് പരിപാടി. 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? 24 ഓപ്ഷൻ ബി 2 മാത്രം. ഫ്യൂഡൽ നികുതി നൽകുക. ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏത്? 25 ഓപ്ഷൻ ഡി നവമഞ്ചരി. ഉച്ചഭക്ഷണം ഇന്ന് എത്രാം തീയതിയാ? 26 അല്ലേ? ഓപ്ഷൻ ഡി EV രാമസ്വാമി നായ്ക്കർ. പാഞ്ചാലി ശപഥം 28 ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. ആണി ബസന്റുമായി ബന്ധമില്ലാത്തത് 27 ഓപ്ഷൻ ബി 1 മാത്രം. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തോ? ഹോം റൂൾ പ്രസ്ഥാനം 1916 ആരംഭിച്ചു. 26 ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? 26 സി ധോളവീര. ഓപ്ഷൻ ബി സൗജന്യ യാത്ര മഹാലക്ഷ്മി സ്കീം. ചേരുംപടി ചേർക്കുക. 31 ആൻസർ ഈസ് ഓപ്ഷൻ എ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22, 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യം 25 മുതൽ 28, ചൂഷണം 23, 24. ഓപ്ഷൻ എ രാഷ്ട്രപതി മനുഷ്യാവകാശ കമ്മീഷനെ. മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 33 ഓപ്ഷൻ ഡി എല്ലാം. ദേശീയ പതാക, ദേശീയ ഗാനം, ഐക്യം സമഗ്രത മുഖപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി.
ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് 32 BP പിങ്കളി വെങ്കയ്യ. പിങ്കളി വെങ്കയ്യ. മുപ്പത്തി 5 സി 1 2 മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന രാഷ്ട്രപതി. വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ കാലാവധി എത്രയാ? കാലാവധി പറയുന്നില്ലേ? ഇന്ത്യൻ ഭാഷയുടെ 3 years എന്നേ ഉള്ളൂ, പ്രായമില്ല അല്ലേ? നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പറയുന്നില്ല. പാർലമെന്റിന് തീരുമാനിക്കാമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇന്ത്യൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏത്? 36 എ ആന്ധ്രാപ്രദേശ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആദ്യത്തേത് 37 ഓപ്ഷൻ ബി സുകുമാർ സെൻ. അന്യായമായി തടങ്കൽ വെച്ചിരിക്കുന്നത് ഹേബിയസ് കോർപ്പസ് 38 ഓപ്ഷൻ എ. വന്ദേ മാതരം 39 ഓപ്ഷൻ ബി ആനന്ദമഠം. ത്രീ ഇയർ എന്ന് പറഞ്ഞിട്ടില്ലേ? ആക്ച്വലി 3 year എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ കാലാവധി 3 year ആണ്. എപ്പോ വേണമെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനുള്ള അധികാരം നിക്ഷിപ്തമാണ്. പാരീസ് ഒളിമ്പിക്സ് 2024 44 ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? 43 ഓപ്ഷൻ എ കബനി. സംസ്ഥാന ചിത്രശലഭം ഏത്? 42 ഓപ്ഷൻ ബി ബുദ്ധമയൂരി. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടു കായൽ 41 ഓപ്ഷൻ ഡി. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകൾ ഏത്? 40 ഡി. ഇവയെല്ലാം അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃതകൗർ, സരോജിനി നായിഡു. ഇരവികുളം ദേശീയോദ്യാനം പ്രധാനപ്പെട്ടത്? സി വരയാട്. കഥകളി ഉണ്ടായത്? 46 സി രാമനാട്ടം. വടക്കേ അറ്റത്തുള്ള നദി? 47 ഡി മഞ്ചേശ്വരം പുഴ.
കർഷക ദിനം 48, ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയം 49, ബി. നാഫ്ത. ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര. നമുക്ക് തിങ്കളാഴ്ചയാണ് ഇനി കഴിഞ്ഞിട്ട് ക്ലാസ് വരുന്നത്. നാളെ മറ്റന്നാളും അവധിയാണ്. കുറിച്യർ കലാപം 51, ഓപ്ഷൻ സി 1, 4. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. 2024 നോബൽ പ്രൈസ് 52, ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടൻ. '54, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം. വൈകുണ്ഠ സ്വാമികൾ അഖിലത്തിരട്ട്. ശ്രീനാരായണ ഗുരു ദർശനമാല. ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം 55, ഇന്ത്യ. വി ടി ഭട്ടതിരിപ്പാട് നാടകം 56, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഓപ്ഷൻ സി തിരുവിതാംകൂർ ജാൻസി റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത് 57, ഓപ്ഷൻ ഡി അക്കാമച്ചറിയാൻ. കെ ബി മേനോൻ 58, ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. പ്രിലിംസ് പരീക്ഷയുടെ ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകാൻ പറ്റുന്നത്. മറ്റേടത്ത് മുക്കിന് സ്റ്റേഷൻ ആയിരിക്കും. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി 59, ബി കൂട്ടം. ജി ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധനെന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് 60, ഡി ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം 61, ആൻസർ ഈസ് ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു. എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം 62, ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡൻ. ഗ്രന്ഥികോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുത്ത് എഴുതുക. 63, ഡി ഗോൾഗി കോംപ്ലക്സ്.
രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏത്? 64 ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏത്? 65 ബി ലിപ്പേസ്. 66 തെറ്റേത്? ബി. അറുപത്തി ഏഴ് എ 1, 2, 4 ഒന്നും രണ്ടും ശരി. എയ്ഡ്സ്, നിപ്പ വൈറസ്, ക്ഷയം, എലിപ്പനി, ബാക്ടീരിയ, ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളല്ല. ഡിഫ്തീരിയ ആക്ച്വലി ബാക്ടീരിയ അല്ലയോ? ഡിഫ്തീരിയ. മലമ്പനി ഉണ്ടാക്കുന്നത് പ്രോട്ടോസോവ. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം വൈറസ്. ക്യൂണിക്കൾച്ചർ 68 ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി 69 ഡി തെന്നി നീങ്ങുന്ന സന്ധി. കൈമുട്ട്, കാൽമുട്ട്. പിജാഗിരി സന്ധി അങ്ങനെയല്ലേ? കൈമുട്ട്, കൈമുട്ടും കാൽമുട്ടും. കൈക്കുഴ, കാൽക്കുഴ തെന്നി, കുഴ തെന്നി. കുഴ ആണെങ്കിൽ തെന്നി. ഇത് SCRT കത്ത് അതുപോലെ കൊടുത്തിട്ടുണ്ടല്ലോ, പുതിയ SCRT കത്ത്. ഓപ്ഷൻ ബി 2, 3 ശരിയാണ്. സിനാപ്സ് പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? 71 ആൻസർ ഈസ് ഓപ്ഷൻ സി ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് 72 ഓപ്ഷൻ ബി അൾനിക്കോ. 73 ഓപ്ഷൻ സി. തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ബേക്കലൈറ്റ്. ക്യാൻസൽ. 77 ആൻസർ ഈസ് ഓപ്ഷൻ ബി ബലത്തിന്റെ ന്യൂട്ടൺ. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്
തോരണം 76. പ്രോട്ടോണിന് പേര് നൽകിയത് ഫോർഡ്, റുദർഫോർഡ്. വിഷ്ണുപ്രിയ കുറച്ചു ദിവസം ആയല്ലോ വന്നേക്കുന്നത്. പഠിക്കുകയായിരുന്നു. ഏത് വിഷ്ണുപ്രിയ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണോ ഇത്? ഓക്കെ ഓക്കെ ഓക്കെ. ഓൾ ദ വെരി ബെസ്റ്റ്. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും നന്നായിട്ട് എഴുതുക. പഠിച്ചു കഴിഞ്ഞോ? എവിടെ കഴിയാനില്ലേ? നാലോ അഞ്ചോ വിഷ്ണുപ്രിയമാരുണ്ട്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാവുന്ന ഊർജം 78 ബി, ഗതികോർജം. ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? 79 അറ്റോമിക് റിയാക്ടർ. കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണം സോണാർ. ഉപയോഗിച്ചിരിക്കുന്ന തരംഗം 80 എ, അൾട്രാസോണിക്ക. 80 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. മൈനസ് മാർക്ക് കഴിഞ്ഞിട്ട് മാർക്ക് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പൊ നമ്മൾക്ക് പെയ്ഡ് കോഴ്സസ് അവൈലബിൾ ആണ്. ഡിഗ്രി പ്രിലിംസിന്റെ 6 months കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മൊത്തം കോഴ്സും എല്ലാ സബ്ജക്റ്റും കൂടെ ചേർത്തിട്ട് 799 ആണ് പ്രൈസ്. 10th മെയിൻസിന്റെയും എല്ലാ സബ്ജക്റ്റും നമ്മൾക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് 750 ആണ്. നമ്മൾ SCRT NCRT ക്കാണ് കൂടുതലും ഓറിയന്റ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇത് രണ്ടും കൂടെ കോംബോ ഓഫർ അവൈലബിൾ ആണ്. ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SBCID അവയ്ക്കെല്ലാം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനകത്തേക്കും പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ 10ന്റെയും ഇതിന്റെയും കൂടെ കോംബോ ഓഫർ എന്ന് പറഞ്ഞിരിക്കുന്നത് 1199 രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു, AP അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് +2 ലെവൽ ഓഫ് എക്സാം ആയിട്ട് കൺസിഡർ ചെയ്തു. +2 ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് +2 ലെവൽസിന് 750 ആണ്. ഇനി ഇത് രണ്ടും കൂടെ 10th ലെവൽസും +2 ലെവൽസിന്റെ കോംബോ ഓഫർ, അതായത് വരുന്ന കമ്പനി ബോർഡ് LGSനും VFAക്കും ബെപ്കോ LDC തുടങ്ങിയവയ്ക്കെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാവുന്നതാണ്? 10th ലെവൽസും പിന്നെ BFOയും അതിനെല്ലാം സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഇതിനകത്ത് അവൈലബിൾ ആണ്. രണ്ടും കൂടെ എടുക്കുവാണെങ്കിൽ 999 ആണ് ഉള്ളത്. പിന്നെ 3ഉം കൂടെ ഓഫർ അവൈലബിൾ ആണ്. ചിലർക്ക് 10th +2 എല്ലാം കൂടെ വേണ്ടവർക്ക് 1299 പ്രൈസ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മാത്സ് ഇംഗ്ലീഷ് മാത്രം മതിയെങ്കിൽ ഇതിലേക്കും ഈ ഒരു കോഴ്സിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് പറയാവുന്നതാണ്. ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8078962109. ഇപ്പൊ എല്ലാ ദിവസവും നമ്മുടെ ആപ്പില് മൺഡേ ടു ഫ്രൈഡേ വരെ 1:30ക്ക് OMR ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരു 100 ചോദ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് PSCയുടെ ട്രെൻഡ് ഒക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യിപ്പിക്കുന്നത് PYQs മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും എക്സാം എഴുതിയ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അതിന്റെ എല്ലാം PDF നമ്മൾ മാർക്ക് ചെയ്തത് ടെലഗ്രാമിൽ CG ബിജൂസ് അക്കാദമിയിൽ അവൈലബിൾ ആണ്. എല്ലാ ദിവസത്തെയും ക്ലാസിന്റെ ലിങ്കും അവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മാർക്കൊക്കെ പെട്ടെന്ന് പറഞ്ഞേ. റൈറ്റ് 70, 68.66, 74, 70, 66, അശ്വതി 65, 65.3, 64, 63.34. എത്ര ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു? 4. സോനല് സോനലിന് ടൈറ്റ് എല്ലാം കിട്ടും, സിമ്പിൾ എല്ലാമാണ് പോകുന്നത് ഇല്ലയോ? 3 ക്യാൻസൽ, 3 ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. നാളെ ഏതാണ്ട് ഒരു ടൈറ്റ് എക്സാമിന് അത് നല്ല മാർക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനി തിങ്കളാഴ്ചയാണ് ഇതിനകത്ത് ക്ലാസ് വരുന്നത്. അത് ഇതിന്റെ PDF ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇത് PDF വന്നോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ.
വന്നു. ഓക്കെ, ബൈ, താങ്ക് യു ആൻഡ് ലവ് യു ഓൾ. നാളെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതി മിന്നിച്ചിട്ട് വരും. ഷമ്മുവിന് എത്ര ഉണ്ട് മാർക്ക്? പറഞ്ഞില്ലല്ലോ ഷമ്മു. ചോദിച്ചില്ലേ ഷമ്മു? പറയില്ല. പ്രജീഷിന്റെ മാർക്ക് പറഞ്ഞായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ആ പറഞ്ഞോ, എത്ര ഉണ്ടായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചില്ല. എത്ര ഉണ്ട്? 50. ഓക്കെ ഓക്കെ, ഞാൻ കണ്ടില്ലായിരുന്നു. പ്രജീഷിന് എത്ര ഉണ്ട്? 66. ഓക്കെ ഓക്കെ. ഡാലിയ ജോണും പറഞ്ഞിട്ടില്ല. ഓക്കെ.